പാതകൾ ഓരോ രീതി, ചിലത് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പോലെ. ഈ ഭാഗത്ത് ഈ ഗ്രാനൈറ്റിന്റെ അങ്ങനത്തെ പാറകളായിരിക്കും. ഇവിടെ റോക്ക് ഗാർഡൻ ഉണ്ട്, അത് പോണോടി. ഇതുപോലെ അകത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. പോയിട്ട് വരാൻ പറ്റുമോ? ഞങ്ങൾ ബേലം കേവിലേക്കുള്ള യാത്രക്കിടയിലാണ്. ഇപ്പൊ പെട്ടെന്ന് അൺപ്ലാൻഡ് ആയിട്ട് ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് സ്ഥലം കണ്ടു. അപ്പൊ എല്ലാവർക്കും ഹലോ, വെൽക്കം ടു നീസ് മാജിക് ബുക്ക്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഞങ്ങളൊരു ഓറഞ്ച് എടുത്തിട്ട് തട്ടിപ്പറിച്ച് പോയി തിന്നു. ഇതാണ് മോഷ്ടാവായ കുരങ്ങൻ. അവനൊരു പേടിയില്ല, തട്ടിപ്പറിച്ചോണ്ട് പോയി. അയ്യോ, മിന്നുവിന്റെ ഓറഞ്ച് കുരങ്ങ് കൊണ്ടുപോയോ? മിന്നു പറയണ്ടായിരുന്നോ കുരങ്ങരി മോഷ്ടിക്കരുത്, കുരങ്ങരി മോഷ്ടിക്കരുത്, കുരങ്ങരി മോഷ്ടിക്കേ. മങ്കി ഒന്നും ചെയ്യില്ല കേട്ടോ. ബാ, മങ്കിയുടെ ഫേസ് നോക്കിയാ നമ്മുടെ ഫേസ് പോലെയാണെന്ന് നോക്കിയേ. കണ്ടായിരുന്നു ഗൂഗിളിൽ, അപ്പൊ ടൈം ഉണ്ടാവില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ കണ്ടപ്പോ അങ്ങനെ കേറാൻ ഇരിക്കാൻ തോന്നിയില്ല. പക്ഷെ നല്ല വെയിലാണ്. ഇത് ഞാൻ ജസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി. അത് കഴിഞ്ഞ് ഇങ്ങനെ റോട്ടിൽ പോകുമ്പോൾ ഈ പാറക്കൂട്ടങ്ങളൊക്കെ കണ്ടപ്പോ ശരി എന്തായാലും കയറിയിട്ട് പോവാം. എന്തായാലും പ്ലാനിലില്ലാത്തൊരു സ്ഥലമാണത്. ഈ റൂട്ടിൽ ഇനി വരവുണ്ടാവില്ല, അതുകൊണ്ട് എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ തീരുമാനിച്ചു. ഇത് നാച്ചുറലായിട്ട് ഫോം ആയിട്ടുള്ളത് അതൊക്കെ. ഉള്ളിലോട്ടൊക്കെ ഇതുപോലെടാ. സി പൊളി, there's a bridge. ഓ, ഇവിടെ വെള്ളമുണ്ട്. ഇതിന്റെ മേലൊക്കെ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നട്ടുച്ചയാക്കി ഞങ്ങള് വന്നേ. രാവിലെ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് തോന്നുന്നു. എന്ത് രസം. ഇവിടെ ഇങ്ങനെ ചെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കും കുറെ ദൂരം ഉണ്ടെന്ന് തോന്നണം. ഞങ്ങളിത് പ്ലാൻ ചെയ്യാറുന്നു ഇപ്പൊ തോന്നുന്നു. അങ്ങനെ തന്നെ രാവിലെ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങള് മേലെയാണ്. അപ്പുറത്ത് എന്തോ ഒരു റിവർ എന്തോണ്ടല്ലോ ചെറുതായിട്ട്. ഇവരെന്തോ ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ പണിതിട്ടുണ്ട്. അതിനെ കുറുകെയാണ് ഈ പാലം. നല്ല ഭംഗി കേട്ടോ. നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. യുവർ ഫ്രം ആന്ധ്ര ഓർ തെലങ്കാന? ആന്ധ്ര ഓൺലി. ലീവ്സ് നിയർ ബൈ Karnool. Oh, okay. So it's for a picnic spot for you. സൈഡിൽ പോകണ്ട കേട്ടോ, സൈഡിലോട്ട് പോരുത്, സ്ലിപ്പ് ആവാൻ ചിലപ്പോൾ. റോക്ക് സോൾട്ട് ഒന്നുമല്ല, കല്ല് ഉറപ്പ് കുറഞ്ഞ കല്ലാണ്. പൊട്ടിച്ച് കാണിച്ചേ. കണ്ടോ ഇവിടുത്തെ പാറകൾ കണ്ടോ? എല്ലാം ഒന്നുമില്ല, ചില കല്ലുകൾ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു. ഇത് മിക്കവാറും അവസാന കാലഘട്ടത്തിൽ ഫോമായ ഇതായിരിക്കും അല്ലേ? അല്ലല്ല, അതല്ല പറഞ്ഞ ആദ്യം ഫോമായ പാറകളൊക്കെ നല്ല ഉറപ്പായല്ലോ. ഇതിന് വേറെ വല്ല ഇതാണെന്ന് അറിയില്ല. വല്ല ഇതൊക്കെ ഇനി കൈ കിട്ടിയാൽ കോടീശ്വരന്മാരാവോ?
അങ്ങനെയാണെങ്കിൽ 2 കല്ലൊക്കെ എടുത്തോണ്ട് പോയിരുന്നു. എന്തെങ്കിലും ഒരു ഖനനം ചെയ്യണം. ഇല്ല, ഇത് മിക്കവാറും മാർബിളിന്റെ ഒരു ടെക്സ്ചറില്ല. അതിന്റെ ഒരു മേ ബി അതിന്റെ ഒരു ചെറിയ കട്ടിയൊന്നുമില്ലല്ലോ, പൊടിയല്ല. കട്ടിയില്ല, പക്ഷെ അതുപോലെ ഒരു സാധനമല്ല ഇത്. ഇവിടുത്തെ കല്ലുകളൊക്കെ ഉണ്ട്, കുറച്ച് കല്ലുകളൊക്കെ വാരിക്കൊണ്ട് വന്നു. ഇതിന് കല്ലിന്റെ വക്ക് ഭയങ്കര മൂർച്ചയാട്ടോ. ഇന്നലെ ഞാൻ ഈ കല്ല് ചവിട്ടി നിൽക്കുവായിരുന്നേ. ചവിട്ടി വഴിക്ക് കല്ലും പൊട്ടി നേരെ താഴെച്ചടി. ഇത്രയും സോഫ്റ്റ് അല്ലേ? കല്ലൊരു ഉറപ്പൊന്നും ഇല്ലാത്ത കല്ലാട്ടോ. ഈ കല്ലുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗ്ലാസ് മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന സിലിക്കയും പിന്നെ ക്വാഡ്സും നമ്മുടെ വാച്ചസിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ക്വാഡ്സും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ മങ്കീസ് നോക്കിയേ. നിങ്ങൾക്ക് അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊരു 1000 ഏക്കറാണ് ഈ റോക്ക് ഗാർഡൻ. ആന്ധ്രയിലെ കർണൂലിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടെ വരെ. അത് നമ്മുടെ രായലസീമ എക്സ്പ്രസ് വേയുടെ സൈഡിൽ തന്നെയാണ് ഉള്ളത്. ഒന്നും ഉള്ളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് സ്ഥലം. ബാഹുബലി അടക്കം ഒത്തിരി തെലുങ്ക് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രീൻസ് വരുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇതിങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഉണ്ട്. നമുക്കത് അത്രയും ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ സമയമില്ല. ഞങ്ങളത് അൺപ്ലാൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ടൈമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഞങ്ങൾ പറ്റാവുന്ന രീതിയിലുള്ളതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി ബേലം കേവിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ റോക്ക് കണ്ടോ, 2 കല്ലിൻ്റെ മേലെ നല്ല ജസ്റ്റ് ബാലൻസ് ആയിട്ടിരിക്കുന്ന പോലെ. ചിലപ്പോൾ ഇത് കാർവ് ചെയ്തതായിരിക്കാം, നാച്ചുറലായിട്ട് ഉണ്ടായതാണെന്ന് അറിയില്ല. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ നേരം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചു. ഒന്നുകൂടെ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. ഓ ഇത് നോക്കിയേ, ഇത് എന്താ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നല്ലേ, ഓരോരോ മൃഗങ്ങളുടെ രൂപത്തിൽ. ഇതിനെ ഒച്ചാണോ? ഇനി ഒത്തിരി ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും സമയപരിമിതി കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ബേലം കേവിലേക്ക് പോകുന്ന തോന്നുന്നു. എന്തോ അരണയാണോ എന്താ അറിയില്ല, പ്രത്യേകതരം. ഇവിടുന്ന് സിലിക്കയും കാർഡ്സും ഒക്കെ ഖനനം ചെയ്യാൻ വേണ്ടി കുറേ MNCs ഒക്കെ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നെന്ന് കേട്ടെ. പക്ഷെ ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ഇപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നു. ഇല്ലെങ്കിൽ ഇതെല്ലാം പണ്ടേ നശിപ്പിച്ച് കളഞ്ഞേനെ. ഈ പാറയുടെ ഉള്ളിലുള്ള രണ്ട് കുറേ പാർക്കെട്ടുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഇവർ റിസോർട്ട് പണിതിരിക്കുന്നത്. ഇത് ഇൻഡിവിജ്വൽ കോട്ടേജസ് പോലെയാണേ. നല്ല 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 ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇത് ചാർജ് ഒത്തിരി ഇല്ല കേട്ടോ. 2000 രൂപയ്ക്ക് ഉള്ളിലുണ്ട് ഇവരുടെ ചാർജസ്.
ഇതെല്ലാം ഗവൺമെൻറ് സ്ഥലമായതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് നല്ല ഈ ഒരു ഭംഗിക്കകത്ത് നിന്ന് താമസിക്കാൻ പറ്റും. കോട്ടേജസ് കോട്ടേജസിന്റെ ഈ ഭാഗത്ത് മരങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു ചൂടൊന്നും എടുക്കില്ല എന്ന് തോന്നുന്നു. AC ഉണ്ട് എല്ലായിടത്തും. ആ AC ഉണ്ടല്ലോ. AC അപ്പൊ ഇതിന് 2000 രൂപ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്ന സ്ഥലമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദൊക്കെ പോകേണ്ട ഈ റൂട്ടൊക്കെ മാറ്റി വിട്ട് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അല്ലെങ്കിൽ ഗണ്ടിക്കോട്ട, ബേലം കേവ്സ് ഏരിയയിൽ എവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്താൽ. ഈ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കോട്ടേജസും ഹോട്ടൽസും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ സെർച്ച് ചെയ്തിട്ട് ഭയങ്കര വെയിലായിപ്പോയി, അല്ലെങ്കിൽ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. കാരണം വെയിലായപ്പോൾ രണ്ടുപേരും ഇച്ചിരി മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് വെച്ചു. ആരെങ്കിലും ഈ വഴി കുർണൂള് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും അമർത്താൻ മറക്കരുത്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.